ഇടുക്കിയിലെ കിഴക്കൻ മലയോരത്തെ കമ്പിളിക്കണ്ടം എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഫ്രാൻസിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അസോസിയേറ്റ് പ്രൊഫസർ വരെ ആയി തീർന്ന ഒരാളുടെ ആഞ്ഞു കൊത്തുന്ന അനുഭവങ്ങളുടെ വിവരണം. അമ്മ പറഞ്ഞു നമ്മൾ മരിക്കാൻ പോവാണ്. അമ്മ ആദ്യം അതിലേക്ക് ചാടും. അത് കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായിട്ട് ഈ ഡാമിലേക്ക് എടുത്ത് ചാടണം എന്ന് പറയാം. ജെസ്സി ചിദാനന്ദ അമ്മ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് എടുത്തിട്ട് അമ്മ ചാടിയാൽ മതി. അപ്പൊ അമ്മ ചാടി കഴിഞ്ഞിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ചാടാതിരുന്നാല് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നെന്ന്. ഇത് തീർത്തും അസാധാരണമായ ഒരു ജീവിത കഥയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ മേരിയുടെ അടുത്ത് നിന്ന് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവിന്റെ വീട്ടുകാർ വരുമ്പോൾ എന്റെ കാര്യത്തിലോ എന്റെ മക്കളുടെ കാര്യത്തിലോ നിങ്ങൾ ആരും ഇനി ഒരു തീരുമാനം എടുക്കില്ല എന്ന് തന്റെ അടുത്തോട് പറഞ്ഞ മേരിയെ നമുക്ക് കാണാം. ഇതിനെല്ലാം കൂട്ടുനിൽക്കാൻ ശ്രമിച്ച പള്ളിയിലച്ഛനോട് ദൈവം ചേർത്ത് വെച്ചതിനെ പിരിക്കാൻ തനിക്കാരോടോ പട്ടം തന്നത് എന്ന് ചോദിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. ഒരു വാട്ടത്തേങ്ങ മോഷിച്ചതിന് സ്വന്തം മകളുടെ കുഞ്ഞു വിരലിൽ അരിവാള് കൊണ്ട് മുറിവേൽപ്പിച്ച അമ്മയെയും നമുക്ക് കാണാം. കമ്പിളികണ്ടത്ത് വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമായിരുന്ന കൽഭരണികളിൽ വെള്ളം കോരി നിറച്ച ഒരമ്മയുടെ ജീവിതം. അതാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. മരിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട ചുരുക്കം ചില പുസ്തകങ്ങളിലൊന്ന്, ഇതുവരെ വായിച്ച ഓർമ്മയെഴുത്ത് പുസ്തകങ്ങളിലെ ഏറ്റവും മികച്ച പുസ്തകം. മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ സാർ പറഞ്ഞ പോലെ ചങ്ക് തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് ബാബു എബ്രഹാം എഴുതിയ പുസ്തകം. അതാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ.